രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര തുടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെത്തും. 13,000 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് പ്രധാനമന്ത്രി ബീഹാറിൽ മറുപടി നൽകിയേക്കും എന്നാണ് സൂചന. പശ്ചിമ ബംഗാളിലും പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഉയരുന്ന ആരോപണങ്ങൾക്ക് പ്രധാനമന്ത്രി എന്ത് മറുപടിയാകും നൽകുക ബീഹാറിൽ എന്ന് തന്നെയാണ് ഇവർ ഉറ്റുനോക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീകാർത്തിക, രണ്ട് പരിപാടികളാണ് പ്രധാനമന്ത്രിക്ക് ഇന്നുള്ളത്. ഒന്ന് ബീഹാറിലും ഒന്ന് പശ്ചിമ ബംഗാളിലുമാണ്. രാവിലെ ബീഹാറിലെ ഗയയിലാണ് പരിപാടി. 13,000 കോടി രൂപയുടെ പദ്ധതിയാണ് ബീഹാറിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിൽ റെയിൽവേ പദ്ധതികളുണ്ട്, ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട്, ഊർജ്ജ പദ്ധതികളുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് പ്രധാനമായും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം പശ്ചിമ ബംഗാളിലേക്ക് പോകുന്നത്. പശ്ചിമ ബംഗാളിൽ 5200 കോടി രൂപയുടെ പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതിൽ പുതിയ മെട്രോ സ്റ്റേഷനുകൾ, പുതിയ മെട്രോ സർവീസുകൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള മെട്രോ സർവീസുകളൊക്കെ ഒപ്പം തന്നെ ഇതെല്ലാം തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സ്ഥലത്തേക്കാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നത്. അതിലേറ്റവും ശ്രദ്ധേയം ബീഹാർ തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ പര്യടനം തുടരുന്നു. അതോടൊപ്പം തന്നെ ബീഹാറിൽ നിന്ന് തന്നെയാണ് BJP-ക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വോട്ടർ പട്ടിക ക്രമക്കേടും വോട്ട് മോഷണവും എല്ലാം തന്നെ വലിയ രീതിയിൽ ആരോപിക്കുകയും ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇതിന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുള്ള മറുപടിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ തന്നെ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാത്ത പ്രതിപക്ഷത്തിന്റെ നിലപാടായി മാത്രമേ ഇത്തരം ആരോപണങ്ങളെ കാണാൻ കഴിയൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അനധികൃതമായി നിരവധി ആളുകൾ ഈ വോട്ടർ പട്ടികയിലുണ്ട്. അവരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് SIR അടക്കം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യും. മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ സ്വാഭാവികമായി കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റ് സമ്മേളനം അവസാനിച്ചത്. അതിനു മുൻപുള്ള ദിവസങ്ങളിൽ പൂർണ്ണമായും സഭാ സമ്മേളനം തടസ്സപ്പെടുന്ന തലത്തിലേക്ക് തന്നെ ചില ദിവസങ്ങളിൽ എത്തുകയും ചെയ്തു. ഒപ്പം തന്നെ അതിശക്തമായ പ്രതിഷേധം വരുന്നു. സഭയുടെ നടുത്തളത്തിലേക്ക് പ്രതിപക്ഷം ഇറങ്ങുന്ന സാഹചര്യം, പ്ലക്കാർഡുകളുമായി ഇറങ്ങുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായതാണ്. അക്കാര്യങ്ങളിലെല്ലാം തന്നെ ജനാധിപത്യ സംവിധാനത്തെ അവഹേളിക്കുന്ന നിലപാടുണ്ടെന്ന് BJP-യുടെ മന്ത്രിമാരും ഒപ്പം തന്നെ സ്പീക്കറുമൊക്കെ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പ്രധാനമന്ത്രി അതിശക്തമായ വിമർശനം പ്രതിപക്ഷത്തിനെതിരെ ഉയർത്താനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം അധികം പദ്ധതികൾ. പ്രശാന്ത്, അതോടൊപ്പം തന്നെ ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ എന്ന സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകാർത്തിക, സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിക്ക് മുൻപിലുണ്ട്. നേരത്തെ ഹർജികൾ പരിഗണിക്കുമ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നൽകിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ, അതായത് 65 ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി ആരോപണം നിലനിൽക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സുപ്രീം കോടതി പറഞ്ഞത്. ആരോപണങ്ങൾ കഴമ്പുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്, അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച വിശദമായ വിശദീകരണവും ഒപ്പം തന്നെ അത് വോട്ടറെ അറിയിക്കുകയും മറ്റു നടപടികളിലേക്ക് പോകുകയും വേണം. ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട പുനഃപരിശോധന നൽകാനുള്ള അപേക്ഷയും പരാതിയൊക്കെ നൽകാനുള്ള സൗകര്യം ഒരുക്കണമെന്നുള്ളത് ആധാറിന്റെ കോപ്പിയോടുകൂടി തന്നെ ഈ അപേക്ഷ നൽകാമെന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. മാത്രമല്ല, പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണം, BLO-മാരുടെ ഓഫീസിന് മുന്നിലുണ്ടാകണം. ഇങ്ങനെ കൃത്യമായ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിന്റെ വിലയിരുത്തലിന് വേണ്ടി തന്നെയാണ് ഇന്ന് വീണ്ടും ഹർജി പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജി വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുന്നത്. സ്വാഭാവികമായും അക്കാര്യത്തിൽ ഇനി ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി അറിയിക്കും. ശ്രീകാർത്തിക.